നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. വർത്തമാനകാല കേരള രാഷ്ട്രീയം അരച്ചുകലക്കി രസായനമായും അരിഷ്ടമായും വാറ്റുമരുന്നും നീറ്റുമരുന്നുമൊക്കെയായി കഴിച്ച ഒരാളെ കേരളത്തിലുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പട്ടം താണുപിള്ളയ്ക്കും ആർ ശങ്കറിനും EMSനും കെ കരുണാകരനും ശേഷം കേരളം കണ്ട രാഷ്ട്രീയ ജീവിയാണ് പിണറായി വിജയൻ എന്ന് ആർക്കും നിഷേധിക്കുവാനാകില്ല. CPMനെ ദീർഘകാലം നയിക്കുകയും 2 തവണ മുഖ്യമന്ത്രിയാകുകയും ചെയ്ത EMSന് ചുറ്റുമായിരുന്നു ഒരു കാലത്ത് കേരള രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരുന്നത്. പ്രത്യയശാസ്ത്ര വീക്ഷണത്തിലൂടെയും പ്രായോഗിക രാഷ്ട്രീയത്തിലൂടെയും ഒരേ സമയം CPMനെ ചലിപ്പിച്ച നേതാവായിരുന്നു ഏലംകുളം മനക്കൽ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാട്. EMSന്റെ കാലഘട്ടത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും അജണ്ടകൾ തീരുമാനിച്ചിരുന്നത് നമ്പൂതിരിപ്പാടായിരുന്നു. പിന്നീട് EK നായനാരും VS അച്യുതാനന്ദനും ഒക്കെ പാർട്ടിയെ നയിച്ചെങ്കിലും ഒഴുക്കിനൊത്ത് പ്രത്യയശാസ്ത്രത്തെ കരുപ്പിടിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ പിണറായി അതല്ല. VS മുന്നിൽ നിന്ന് നയിച്ച് ഭരണത്തിലേറിയ 2016 മാറ്റി നിർത്തിയാൽ 2021ലെയും വരാനിരിക്കുന്ന 2026ലെയും തെരഞ്ഞെടുപ്പിന്റെ ഭാരം പിണറായിയുടെ ചുമലിലാണ്. പ്രത്യയശാസ്ത്രത്തിൽ തൂങ്ങിയായിരുന്നു VS തെരഞ്ഞെടുപ്പിനെ നയിച്ചതെങ്കിലും പിണറായി വേറിട്ടൊന്ന് മാറിയാണ് നടന്നതും നടക്കുന്നത്. ലോകമാകെ വലതുപക്ഷത്തേക്ക് ചലിക്കുമ്പോൾ അതിൻ്റെ ഓരം ചേർന്ന് ഇടത് തീരുമാനങ്ങൾ നടപ്പാക്കുവാനാണ് പിണറായി ശ്രമിച്ചിട്ടുള്ളത്. അതിലേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. കോർപ്പറേറ്റുകളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ നമ്മൾ കോർപ്പറേറ്റുകളുടെ അപ്പനാകണം എന്ന സിനിമാ വാചകത്തെ ഓർമ്മിപ്പിക്കും രീതിയിൽ വിമർശനങ്ങളെ തൃണസമാനം കണ്ട് മുന്നോട്ട് നയിക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത്. മാറുന്ന കാലത്ത് തലമുറകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. തനിക്ക് എന്ത് നേട്ടമുണ്ടെന്ന് ചിന്തിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന വർത്തമാന മലയാളിയുടെ മനസ്സു കണ്ടാണ് പിണറായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിനിടയിൽ പ്രത്യയശാസ്ത്രങ്ങളെയും സംസ്ഥാന ഖജനാവിനെയും പലപ്പോഴും പിണറായിക്ക് മനഃപൂർവ്വം മറക്കേണ്ടി വന്നു. ആദർശ രാഷ്ട്രീയത്തിന്റെ ചേലുകളെയൊക്കെ PR വർക്കുകളുടെ വർണ്ണപ്പകിട്ട് കൊണ്ട് അദ്ദേഹം നേരിട്ടു. കോവിഡ് കാലത്ത് മരണങ്ങൾ മറച്ചു വെച്ചിട്ടാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് 2021ലെ തെരഞ്ഞെടുപ്പ് വിജയം ഒരു പരിധിവരെ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും ചികിത്സ നൽകുവാൻ കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് 2021ലെ വിജയത്തിന്റെ അലകും പിടിയുമായി. ജീവിതത്തിന്റെ അന്തിമയക്കത്തിൽ ആശ്വാസം പരതുന്ന ദുർബല വിഭാഗങ്ങൾക്ക് പെൻഷനും കിറ്റുകളും ഒക്കെ നൽകുവാൻ കഴിഞ്ഞത് വിജയത്തിന് തുണയാവുകയും ചെയ്തു. ഇതിനൊപ്പം അകലെ കറങ്ങുന്ന കൂട്ടിൽ കറങ്ങുന്ന പക്ഷിയുടെ കണ്ണു നോക്കി എഴുതുവിട്ട അമ്പ് പോലെ നടത്തിയ ശമ്പള കമ്മീഷൻ നിയമനം വിജയത്തെ സഹായിച്ചത് ചെറുതായിരുന്നില്ല. ഒന്നുകിൽ ഭരണം കിട്ടണം, അല്ലെങ്കിൽ അടുത്ത ഭരണക്കാർ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഏറ്റെടുക്കട്ടെ എന്ന ലക്ഷ്യത്തിൽ നടത്തിയ പൂഴിക്കടകനും 2ാം ഭരണത്തിന് നൽകിയ സഹായം ചെറുതല്ല. മുൻ ഭരണകാലങ്ങളിൽ ആരംഭിച്ച വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയതൊഴിച്ചാൽ മുന്തിയ വികസനങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും 2ാം ഭരണം നേടുവാൻ കഴിഞ്ഞത് മുൻപ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. ഇതേ തന്ത്രങ്ങൾ തന്നെ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിന്റെ NHഉം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച വിഴിഞ്ഞവും ഗെയിലും മെട്രോയും വാട്ടർ മെട്രോയും ഒക്കെയെ ചൂണ്ടിക്കാട്ടുവാനുള്ളൂവെങ്കിലും അതിജീവന തന്ത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ തലച്ചോറിൽ മുരളുന്നു. കരുണാകരന് ശേഷം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന വർഗീയ പ്രീണന തുറുപ്പ് കാർഡ് കളിക്കളത്തിൽ വിനിയോഗിക്കുവാൻ കഴിഞ്ഞ പിണറായി ഈ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരാണ് ഇതിന് അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഉറച്ച പ്രതലത്തിൽ നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷനുകളും ഓണറേറിയങ്ങളും വർദ്ധിതമാക്കി വാരി വിതറിയിരിക്കുകയാണ് പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊട്ടിക്കുവാനുള്ള വെടിക്കോപ്പ് നിറയ്ക്കുന്നതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2020ലെ ശമ്പള കമ്മീഷൻ 10 വർഷത്തേക്കുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളുമായിരുന്നു സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഇതനുസരിച്ച് ജീവനക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആനുകൂല്യങ്ങളായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. 10 വർഷത്തേക്കുള്ള സേവനങ്ങളെ ഗൗനിച്ചില്ലെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുവാൻ അദ്ദേഹം ഒട്ടും പിശുക്കു കാട്ടിയില്ല. അത് 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ പിന്തുണ നേടിയെടുക്കുവാൻ LDFനെ സഹായിച്ചു. 2026ലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്
അതിൻ്റെ തുടർച്ചയും അദ്ദേഹം, അതായത് പിണറായി വിജയൻ പയറ്റുവാൻ ഒരുങ്ങുന്നതായി ആണ് അറിയുവാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ ഏഷ്യാനെറ്റ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂ ഇതാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള കമ്മീഷനെ നിയമിക്കുമെന്നാണ് ധനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം 5 ദിവസമാക്കി കുറയ്ക്കുന്നതിനുള്ള ചർച്ചയും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആവനാഴിയിലെ അമ്പുകളെല്ലാം എടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രയോഗിക്കുമ്പോൾ അതിനെ നേരിടുവാൻ പ്രതിപക്ഷം കരുതിയിരിക്കുന്ന ബ്രഹ്മാസ്ത്രം ഏതാണ് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. നമുക്ക് കാത്തിരുന്നു കാണാം.